എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫാണ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ട്രൈപോഡ് നല്ലൊരു പണി വന്നിട്ടിരിക്കുകയാണ്. ട്രൈപോഡ് ഒടിഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് ഒരു വിധത്തിൽ അങ്ങ് ആക്കി വെച്ചിരിക്കുകയാണ്. എന്താ പറയണേ, ഏത് വശത്തെ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല. ക്യാമറ ഞാനിപ്പോൾ സംസാരിക്കണത് എങ്ങനെയാണ് വരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നിങ്ങളുടെ നേരെ നോക്കിയിരിക്കും, ചിലപ്പോൾ വേറെ വല്ലയിടത്തേക്കൊക്കെ നോക്കിയിരിക്കുന്നവരൊക്കെ ആയിരിക്കും സംസാരിക്കണേ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. ട്രൈപോഡ് പുതിയത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ എൻ്റെ കുഞ്ഞു മകൻ ഒരു പണി തന്നാണ്. പതിയെ അങ്ങ് തട്ടി, കൈകൊണ്ട് അറിയാണ്ട് അവൻ തട്ടിയപ്പോൾ അങ്ങ് മറിഞ്ഞു പോയതാണ്. അപ്പോൾ അത് മുഴുവൻ ഇങ്ങനെ ഒടിഞ്ഞു പോയി. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നോട്ട് തൽക്കാലം ഉപയോഗിക്കാൻ പാകത്തിനാക്കി തന്നേക്കണതാണ് കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ട് ഫോണൊന്നും നമ്മളെ ഉപയോഗിക്കുന്ന രീതിയിലൊന്നും അല്ല ഫോൺ വെച്ചിരിക്കുന്നത്, നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാമറയുടെ ഒരു പൊസിഷൻ എങ്ങനെയാണ് വരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാക്സിമം വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പം ഉച്ചയ്ക്ക് ഇപ്പം ഏകദേശം 1 മണിയോളം ആകാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്ക് കുറച്ച് മീൻ വറുക്കാനുണ്ട്. അപ്പം ഞാനത് ഫ്രിഡ്ജിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് നമുക്കൊന്ന് എടുത്തോ വറുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. ഇന്നലത്തെ മോരുകറി ഇരിപ്പുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കുക, പിന്നെ മീൻ വറുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഉച്ചക്കത്തെ ചോറുണ്ട്. പിന്നെ പപ്പടം കാച്ചുക. അത്രയ്ക്ക് നമ്മുടെ ഊണിൻ്റെ കറിയുള്ളൂ. എന്നാന്നോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ വറുക്കാനായിട്ട് അമ്മ മുളക് തിരിഞ്ഞ് വെച്ചത്. അപ്പോൾ ഞാൻ മീൻ വറുക്കാനുള്ള സമയത്ത് അച്ചുക്കുട്ടൻ അവിടെ നാരങ്ങാവെള്ളം കുടിക്കുവാണ് കേട്ടോ. നാരങ്ങാവെള്ളം കുടിക്കുന്ന സമയം കൊണ്ട് തന്നെ മീൻ വറുക്കാനുള്ള അടുപ്പ് വെച്ചു. പിന്നെ നമുക്ക് മോരുകറി ഒന്ന് ചൂടാക്കി എടുക്കുക എന്നുള്ളൂ. പിന്നെ ഇച്ചിരി പപ്പടം കാച്ചാനുണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഫ്രിഡ്ജ് വാങ്ങിയ പിന്നെയുള്ള ഉഴപ്പ് പണികളാണ്. അതിന് മുമ്പ് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയായിരുന്നു കേട്ടോ, നേരം പാട്ടിന് എന്നും ഭക്ഷണം വെച്ചുകൊണ്ടിരുന്നവളാണ്. അവളിപ്പം ഒന്നരാടാക്കിന്ന്. ഒന്നരാടൊന്നും അല്ല കേട്ടോ. ഇത് ഇന്നലെ മോരുകറി വെച്ചു. അപ്പോൾ ഇന്നലെ ആരും കഞ്ഞി ചോറൊക്കെ ഇച്ചിരി കുറച്ചുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ബിരിയാണി കിട്ടിയത് കൂടാണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചോറ് കുറച്ചുണ്ട്. അപ്പോൾ കറി ബാക്കി വന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് അച്ചുക്കുട്ടൻ മുറ്റത്തിറങ്ങിപ്പോയപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ഇക്കാനെ കണ്ടാരണം പേടിച്ച് ഇവിടെ വന്നിരിക്കണം കേട്ടോ. അപ്പുറത്തെ വീട്ടിൽ ഇക്കാനെ പോകാൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ മൂത്ത കുഞ്ഞ് അവിടെ ഇരുന്ന് TV കാണുന്നുണ്ട്. ഇനി നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് കൊടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ ചോറിൻ്റെ ഇതൊക്കെയാണ് മോരുകറി, പിന്നെ മീൻ വറുത്തത്, പിന്നെ പപ്പടം കാച്ചിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ചോറ് കറികളൊക്കെ ഒതുക്കി. അപ്പോൾ ഇനിത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് ചോറ് കൊടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ അച്ചുകൂട്ടം പോയി അവിടെ പോയി ഇരിപ്പുണ്ട് പതിയെ. അപ്പം അവർക്ക് ആദ്യമേ ചോറ് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ സാധാരണ ചോറ് കഴിക്കാറ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അവർക്ക് അച്ഛന് വാരി കൊടുക്കണം. അപ്പോൾ പിന്നെ ചോറ് വാരി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം ഉണ്ടല്ലോ. അപ്പോൾ കുഞ്ഞിൻ്റെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനൊരു സമാധാനം ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ പിള്ളേരാകുമ്പോൾ കഴിക്കുമ്പോൾ കുറച്ചൊക്കെ കറിയൊക്കെ ബാക്കി വരും. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിക്കുമ്പം അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും. അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ ആയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവന് അച്ചുക്കുട്ടനെ എന്ത് കഴിക്കാനായിട്ടിരുന്നാലും അവൻ്റെ മുകളിൽ ഈ സ്റ്റൂളിൻ്റെ മുകളിൽ അവന് ഇതുപോലെ ഈ പാ വെച്ച് കൊടുക്കണം കേട്ടോ. പാ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കയറ്റി ഇരുത്തിയാൽ അവൻ ഇരിക്കുള്ളൂ. അപ്പോൾ ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പായയിൽ കയറി ഇരുന്നിട്ട് അവൻ അതേ കിടന്നിട്ട് ഡാൻസ് കളിക്കുമ്പോൾ താഴെ പോകും. അതാണ് ഏറ്റവും വലിയ പാട്. പിന്നെ നമ്മൾ അടുത്ത് നിൽക്കണ കാരണം വലിയ പ്രശ്നമില്ല, എങ്കിലും പലപ്പോഴും കാല് തന്നെയൊക്കെ താഴെ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇനി ഇവനെ ചോറ് വാരി കൊടുക്കട്ടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിച്ച് ചോറുണ്ണാൻ വന്നിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവന്മാരുടെ കുസൃതി എന്ന് പറയാണ്ടിരിക്കുമല്ലോ, അത്രയ്ക്ക് ഭയങ്കര കുസൃതിയുണ്ട് രണ്ടും കൂടെ കൂടിയാൽ. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഒരു ട്യൂബുണ്ട്, അത് മുറ്റത്ത് കിടന്നാണ്. അതൊക്കെ വലിച്ച് പെരക്കകത്ത് കയറ്റി വയ്ക്കുക, ഉള്ള വിറക് മുഴുവൻ പറക്കൊണ്ട് വെക്കുക. ഇതൊക്കെയാണ് അച്ചുക്കുട്ടിൻ്റെ പണിയെന്ന് പറഞ്ഞാൽ. ഞാൻ പിന്നെ കുറച്ച് നേരമൊക്കെ TV കണ്ടുകൊണ്ടിരിക്കും കേട്ടോ. പക്ഷേ അച്ചുക്കുട്ടൻ ഒരു മിനിറ്റ് നേരം അവൻ അടങ്ങിയിരിക്കില്ല. അവനിങ്ങനെ മുറ്റത്തോടെയൊക്കെ നടന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നടക്കണം. TV കാണുന്ന സ്വഭാവമൊന്നും കുറവാണ്. അപ്പോൾ ഞാൻ ചോറൂണ് കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ ഉള്ള പണിയാണ്. ആ ചാക്കിനകത്ത് നിറച്ച് ബിനുവേട്ടൻ ഈ വർക്ക് ചെയ്യണതിൻ്റെ സംഭവം കൊണ്ടുവച്ചാണ്. അത് മുഴുവൻ ഇങ്ങനെ വലിച്ച് ഒന്ന് കണ്ടില്ലേ കയറ്റി പെരക്കകത്ത് കൊണ്ട് വയ്ക്കുകയാണ്. ഇനിയിപ്പോൾ അത് മുഴുവനോടെ കൊണ്ടുപോയി അവൻ ഉറങ്ങുന്ന റൂമിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കേണ്ട. അവൻ കിടക്കാൻ ഉറങ്ങിയില്ല, ഉറങ്ങാൻ കിടക്കിയില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ചേട്ടൻ സഹായിക്കണ രീതിയാണ് കാണുന്നത്. അവൻ തന്നെ വലിച്ചുകൊണ്ട് പോകാൻ പാടല്ലേ. അപ്പോൾ അവിടെ കൊണ്ട് സുരക്ഷിതമായിട്ട് വെച്ചു. അത് കഴിഞ്ഞൊരു അരമണിക്കൂറിട്ട് ആട്ടിയപ്പിനായിട്ട് ഉറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പെരയൊന്ന് തുടയ്ക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇപ്പം മഴയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇപ്പോൾ തുടച്ചിട്ടാൽ പെട്ടെന്ന് അങ്ങ് ഉണങ്ങിക്കോളും. അപ്പോൾ ആ ഒരു പണി കഴിഞ്ഞ് കഴിഞ്ഞപ്പം
അപ്പോൾ പെരയ്ക്കാൻ തുടയ്ക്കുമ്പോൾ എൻ്റെ മൂത്ത കുഞ്ഞ് എല്ലാം ഇങ്ങനെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. സ്റ്റൂളൊക്കെ എടുത്ത് മാറ്റിയിടാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരും കേട്ടോ. അവനിരിക്കും, അവന് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് വീഡിയോയും കൂടെ പിടിക്കുകയാണെങ്കിൽ അവന് ഭയങ്കര എന്താ പറയുക ഇൻട്രസ്റ്റാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാനായിട്ട്. അപ്പോൾ പെരയോടെയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പം ഇനി ആ വക്കറ്റൊക്കെ ഒന്ന് തേച്ച് കഴിയിട്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലക്കാനുള്ള തുണി കുത്തി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സോപ്പ് പൊടിക്ക് അത് കുത്തി വെച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ കൈക്ക് ഈ സോപ്പ് പൊടി അലർജിയാണ്. അതുകൊണ്ട് തന്നെ ഞാനത് വെറുതെ വെള്ളത്തിലിങ്ങനെ മുണ്ടുകൊണ്ട് മുക്കി വയ്ക്കും. എന്നിട്ട് വൈകുന്നേരം ആകുമ്പം അലക്കൂലും. ഇപ്പം തന്നെ ഒരു 3 മണി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ സമയം. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇനി ഇവനെ കുറച്ച് നേരം പഠിപ്പിക്കാനായിട്ട് പോവാണ്. അപ്പോൾ പഠിപ്പിക്കാൻ വിളിക്കുമ്പോൾ ഇതാണ് കേട്ടോ അവസ്ഥ, മഹാമടിയനാണ്. ഒരു രീതിയിൽ നമ്മൾ കുറേ വഴക്കൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ കുറച്ച് നേരമെങ്കിലും ഇരുന്ന് എഴുതുകയൊക്കെ ചെയ്യണത്. അപ്പോൾ അത് കഴിഞ്ഞൊരു 4-4:30 ആയി കേട്ടോ പിന്നെ എണീറ്റപ്പം അവനെ പഠിപ്പിച്ച് എണീറ്റ്. അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരത്തെ ചായക്കുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു കേക്ക് ഉണ്ടാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ഒരു 2 ദിവസമായിട്ടോ കേക്ക് ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ കേക്ക് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ക്രീം ബീറ്റ് ചെയ്തപ്പം അതിൻ്റെ ബാലൻസ് ക്രീം വന്നതാണ്. അപ്പോൾ ഞാനത് ബ്രെഡിലേക്ക് ഇങ്ങനെ പുരട്ടി വെച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ സ്നാക്സ്. അപ്പോൾ അവന്മാർക്ക് അതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അച്ഛനും ഇഷ്ടമാണ്, ധ്യാനും ഇഷ്ടമാണ്. അപ്പോൾ ചായ ഒപ്പം തിളപ്പിച്ചു. പാലും ചായയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ തന്നെ ഉള്ളപ്പോൾ വലിയ കടുപ്പത്തിലൊന്നും ചായ തിളപ്പിക്കാറില്ല. ഒരുപാട് കടുപ്പം പിള്ളേർക്ക് കൊള്ളില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ ആ ചായയായി. അപ്പോൾ ആ ചായ വെച്ച സമയത്ത് ധ്യാൻ കുളിക്കാൻ പോയി കേട്ടോ. അവൻ തന്നെ കുളിച്ചോളും, കുഴപ്പമൊന്നുമില്ല, നമ്മളൊന്നും ചെയ്യണ്ട. അപ്പോൾ ആ സമയത്ത് ഞാൻ കുളിക്കാനായിട്ട് ഇച്ചിരി എണ്ണയൊക്കെ കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്തു. എന്നിട്ട് ബാലൻസ് വന്ന എണ്ണ നമ്മൾ ചുണ്ടയിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്തു. കാരണം എന്നും നമ്മൾ ഈ ലിപ്സ്റ്റിക്ക് ഇടുന്ന കാരണം ചുണ്ടൊക്കെ നന്നായിട്ട് ഡാർക്ക് ആയതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യണ ഓയിൽ ചുണ്ടയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒരു ചെറിയൊരു ആശ്വാസം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ പുതിയതായിട്ട് വാങ്ങിയ ബാക്ക്ഗ്രൗണ്ട് സ്റ്റാൻഡാണ് കേട്ടോ. അപ്പോൾ ഇതിന് കുറേ കൂടെ നീളമുണ്ട്. പക്ഷേ ഈ റൂമിനകത്ത് ഈ അടുക്കളയിലാണ് അത്യാവശ്യം സൗണ്ട് കുറവുള്ളത്. അപ്പോൾ ഇവിടെ വെച്ചാണ് ഷൂട്ടിങ്ങൊക്കെ. അപ്പോൾ ഇവിടെ ഈ അടുക്കളയ്ക്ക് വീതി കുറവായ കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ നേരെ വെക്കാൻ പറ്റണില്ല. പിന്നെ എന്താ പറയുക, ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കും, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ തലയിലൊക്കെ ഓയിൽ അപ്ലൈ ചെയ്യുവാണ്. പിന്നെ ചെറിയൊരു മസാജിങ് ഒക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ ഇത് ഞാൻ കുളിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോഴും ചെയ്യാറുണ്ട്. പിന്നെ രാത്രി കിടക്കാൻ നേരത്തും ഈ ഒരു മസാജും ചെയ്യാറുണ്ട്. ഒന്നും ചെയ്യാറില്ല കേട്ടോ. എന്നും ചെയ്യാൻ എനിക്ക് പറ്റാറില്ല, സത്യം പറയാം. കാരണം ഈ കുഞ്ഞുങ്ങളൊക്കെ ഇട്ടിട്ടുള്ള എന്നാ പറയണേ അലച്ചിലല്ലേ. അപ്പോൾ പകുതി കാര്യങ്ങൾ ചെയ്യാൻ പറ്റാറില്ല. ഇപ്പം എൻ്റെ മുടി കണ്ടില്ലേ, അടിയിലേക്കാണ് ഉള്ളൊട്ടുമില്ലാത്തത്. നീളം വെക്കും കേട്ടോ. എൻ്റെ ഓയിൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഓയിൽ നന്നായിട്ട് നീളം വെക്കുന്നുണ്ട്. വേറെ ഏതൊരു ഓയിലല്ല കേട്ടോ, നീലഫ്രങ്ങാതിയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ധ്യാനം കുളിച്ച് കഴിഞ്ഞ് വന്നു. അപ്പോൾ അവന് ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ അച്ചുക്കുട്ടനെ എണീറ്റില്ല കേട്ടോ. അച്ചുക്കുട്ടൻ ചില ദിവസം അങ്ങനെ കുറച്ച് നേരം അധികം കിടന്ന് ഉറങ്ങും, ചില ദിവസം ഉറക്കം കുറവാണ്. അപ്പോൾ ഇന്ന് അധികം കിടന്ന് ഉറങ്ങി, ഫാനൊക്കെ ഇട്ടിട്ടാന്ന് തോന്നും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചായ കുടിക്കുവാണ് ആ സമയത്ത്. അപ്പോൾ ഇത് കഴിഞ്ഞ് എനിക്ക് തുണി അലക്കാൻ പോകണം. അപ്പം ഇനിയിപ്പോൾ അച്ചുക്കുട്ടനെ എണീക്കണം നോക്കിയിരുന്നു കഴിഞ്ഞാൽ തുണി അലക്കാൻ ചിലപ്പോൾ നടന്നു വരികയില്ല. അതുകൊണ്ട് പിന്നെ ചായ കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പം അച്ചുക്കുട്ടനെ എണീറ്റു കേട്ടോ. അച്ചുക്കുട്ടൻ എണീറ്റ് കഴിഞ്ഞാൽ ഇതാണ് പരിപാടി. മുറ്റത്തിറങ്ങി വെള്ളം പിടിക്കുക, കാല് കഴുകുക, കൈ കഴുകുക, മുഖം കഴുകുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. വെള്ളത്തിക്കളിയാണ് ഏത് സമയം പുള്ളിയുടെ മെയിൻ പരിപാടി. അപ്പോൾ അത് കഴിഞ്ഞ് വിളിച്ച് കൊണ്ടുവന്ന് അച്ചുക്കുട്ടന് ചായ കൊടുത്തു. അപ്പോൾ അവിടെ ഇരുന്ന് അച്ചുക്കുട്ടൻ ചായ കുടിക്കാനുള്ള പരിപാടിയാണത്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ മുറ്റത്ത് തുണി അലക്കാനുള്ളതൊക്കെ അലക്കാമെന്ന് വെച്ചു. പിന്നെ കുറച്ച് തുണി ഉണങ്ങാനിട്ടുണ്ടായിരുന്നു, ഇലക്കടയൊക്കെ കേട്ടോ കിടക്കണേ. അതെന്താണെന്ന് വെച്ചാൽ 2 മുണ്ട് ഞാനിവിടെ വിരിച്ചിട്ടായിരുന്നേ. അപ്പോൾ അത് രാത്രിയിൽ എടുത്തിട്ടായിരുന്നാണ് അങ്ങനെ. ബാക്കിയുള്ള തുണി അപ്പുറം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ട് വേണം തുണി അലക്കാൻ. അല്ലെങ്കിൽ അലക്കുമ്പം നമ്മുടെ ഇതങ്ങോട്ട് തെറിക്കുമല്ലോ, വെള്ളം തെറിക്കുമല്ലോ, അതുകൊണ്ട്. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് കരികല കത്തിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കത്തിക്കാമെന്ന് വെച്ചു. പിന്നെ മുറ്റത്ത് അത്യാവശ്യം പുല്ലുണ്ട്. പുല്ല് ഇപ്പം ഈ യൂട്യൂബ് തുടങ്ങിയപ്പോൾ ഞാൻ പുല്ല് പറിക്കൽ കുറവാട്ടോ. വേറൊന്നുമല്ല, യൂട്യൂബിലിങ്ങനെ നമ്മൾ ഈ ടൈലറിങ് വീഡിയോസൊക്കെ ചെയ്യുമ്പോഴേ ഈ കൈ ഇങ്ങനെ എടുത്ത് കാണിക്കും. അപ്പോൾ എൻ്റെ കൈക്കൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പ് ഉപയോഗിക്കാൻ മേല, അതുപോലെ തന്നെ ഇങ്ങനെ പുല്ലൊക്കെ പറിക്കുമ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ വിണ്ട് കയറും. അത് എല്ലാവർക്കും ഉള്ളതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എൻ്റെ കൈക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സോപ്പ് പൊടി ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാലും പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പാത്രം കഴുകുന്ന ലോഷനില്ല, അതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് നമ്മളത് വലുതാവും കേട്ടോ. പിന്നെ നമ്മുടെ കൈയൊന്നും പുറത്ത് കാണിക്കാൻ മേലാത്ത അവസ്ഥയാവും. അതുപോലെ ഇങ്ങനെ കൈ ഇങ്ങനെ വിണ്ട് വരും. അപ്പോൾ അതിനുള്ള മരുന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ മരുന്ന് വാങ്ങിച്ച് യൂസ് ചെയ്യും, അന്നേരം പിന്നെ കുറയും. അങ്ങനെയാണ് സാധാരണ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മുറ്റത്തെ പുല്ലുപറി കുറച്ചതാണ്. കാരണം ഈ വീഡിയോ പിടിക്കുമ്പോൾ നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ മെനകേടായിട്ടിരിക്കുമ്പം ആൾക്കാർ കമൻറ്റ് ഇടുമല്ലോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സാധാരണക്കാരല്ലേ. അപ്പോൾ അടുക്കളയിൽ പണിയൊക്കെ ചെയ്യുമ്പം ഈ ഇതിനിടയ്ക്കൊക്കെ ചെളി കയറിയിരിക്കും.
ചെളി കയറിയിരിക്കും. ചെളി കയറിയിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് എന്തോരം കല്ലിട്ട് വരച്ചാലും ഒന്നും കയ്യിലൊന്നും പോയില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം ഉള്ളതുകൊണ്ടാണ് കേട്ടോ. എങ്കിലും ഞാനിന്ന് കുറച്ചൊക്കെ പറിക്കണം എന്ന് ഓർത്താണ്. പിന്നെ സന്ധ്യ കാരണം പിന്നെ തുണിയൊക്കെ അലക്കാനുള്ള കാരണം ഞാൻ പിന്നെ അങ്ങ് മാറ്റിയതാണ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം കുറേയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഒരുപാട് പുല്ലാവുമല്ലോ. അപ്പോൾ ഇതിങ്ങനെ അടിച്ചു കൂട്ടിയിട്ട് ഇനി തീയിട്ടിട്ട് പിന്നെ തുണി അലക്കാനുള്ള അലക്കണം കേട്ടോ. അപ്പോൾ തുണി അലക്കാനുള്ള വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ ചെളിയൊക്കെ കുറേയൊക്കെ ഏകദേശം കുതിർന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ കുറച്ച് സോപ്പിട്ട് അലക്കിയാൽ നന്നായിട്ട് വെളുത്ത് കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അലക്കൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഫേസ് പാക്ക് ഇടും. അതിപ്പോൾ എന്നും ഉള്ള പതിവുള്ള പരിപാടിയാണ് കേട്ടോ ഈ ഫേസ് പാക്ക് ഇടുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒരു ലെമൺ പീൽ പൗഡർ വെച്ചിട്ടൊരു പായ്ക്ക് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പായ്ക്കാണ് കേട്ടോ. വളരെ എഫക്റ്റീവാണ്. നമ്മുടെ ടാനൊക്കെ പെട്ടെന്ന് മാറിയിട്ട് നന്നായിട്ട് സ്കിൻ ഗ്ലോ ആവാൻ വളരെയേറെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് കഴിഞ്ഞാൽ കുളിക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കഴുത്തേലൊക്കെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്യും കേട്ടോ. കാരണം ഞാൻ ഈ കുളിക്കുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇതാണ്. പിന്നെ നമ്മൾ കുളിക്കാൻ പോകുമ്പം കഴുകുമ്പോഴൊക്കെ നല്ല ക്ലീനായിട്ട് കഴുകാമല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഈ പകുതി നമ്മുടെ അയലക്കട ഒക്കെ കഴുത്തേക്കടയൊക്കെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. പിന്നെ വൈകുന്നേരം ചെയ്യുന്നതാണ് ഏത് പായ്ക്ക് ചെയ്യുന്നതും നല്ലത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കൂടുതൽ കിട്ടുന്നത് വൈകുന്നേരം തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ ഏത് പായ്ക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ഞാൻ ഇങ്ങനെ ഇതുപോലെ ചുണ്ടയിൽ അപ്ലൈ ചെയ്യും കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ട് ഒരല്പം ഡാർക്ക് ആയി വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അങ്ങനെ ചുണ്ടയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കും. പതിയൊരു മസാജും കൊടുക്കും. എന്നിട്ട് നമ്മുടെ ഫേസ് പായ്ക്ക് ഉണങ്ങുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ഇതെല്ലാം ഉണങ്ങി കിട്ടും. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ അച്ഛനെയും കുളിപ്പിച്ചു, ഞാനും കുളിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വിളക്ക് വെക്കാന്നുള്ളതാണ്. വിളക്ക് വെക്കാനായിട്ട് അതിന് മുമ്പ് ഇച്ചിരി പ്രസാദം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുട്ടികളെ ഒന്ന് തൊടിയിച്ചു. ഇപ്പോൾ ഈ അമ്പലത്തിൽ പോക്കൊന്നും ഇല്ല ഇപ്പം. അപ്പോൾ കഴിഞ്ഞ ദിവസം ബിനുവേട്ടൻ പോയാണ്. ഇപ്പോൾ കൊറോണ വന്നേ പിന്നെ ഞങ്ങളൊന്നും അമ്പലത്തിൽ പോയിട്ടേ ഇല്ല, കൊണ്ടുപോകാറില്ല കേട്ടോ. കാരണം കുഞ്ഞുങ്ങളെയും കൊണ്ട് പുറത്തിറങ്ങണ വെച്ചാൽ റിസ്ക് ആയ കാരണമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നിലവിളക്ക് കത്തിക്കുക, ഇച്ചിരം പ്രാർത്ഥിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ സന്ധ്യ ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും സന്ധ്യ ആവും കേട്ടോ. 6 മണി 6:10 ആകുമ്പോഴത്തേനും വിളക്ക് വെക്കും. അല്ലെങ്കിൽ നേരത്തെയൊക്കെ 6:30 ആകുമ്പോഴാണ് സന്ധ്യ ആയിക്കൊണ്ടിരുന്നത്. ഇപ്പം നേരത്തെ സന്ധ്യയാവും. അപ്പോൾ അച്ചുക്കുട്ടൻ കുളി കഴിഞ്ഞിട്ട് ഉടുപ്പൊന്നും ഇടാണ്ട് അവിടെ ഇരിക്കുമായിരുന്നു. പിന്നെ ഞാൻ ഉടുപ്പ് ഇടിയിച്ചു. അത് കഴിഞ്ഞ് വിളക്ക് വെച്ചു. അത് കഴിഞ്ഞ് വിളക്ക് വെച്ച് കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞപ്പം 7 മണി തൊട്ട് 7:45 വരെ ധ്യാനം ഇതായിരുന്നു കേട്ടോ. എന്താ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഉള്ള ഒരു വ്യൂ ആണ്. ഇപ്പോൾ ഒരു സമയം ഒരു 7:45 ആയപ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഞങ്ങളുടെ ഈ ഒരു പ്രദേശത്ത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഇപ്പം സമയം 7 മണി ആയിട്ടുണ്ട്. ഇത്രയും നേരം കുഞ്ഞിന് ക്ലാസ് ആയിരുന്നു, ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. 7 മണി അല്ല കേട്ടോ, ഇപ്പോൾ 7:45. 7 മണി തൊട്ട് 7:45 വരെയാണ് ടൈം. ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണേ, അവർക്ക് ചോറ് കൊടുക്കുക, പിന്നെ നമ്മൾ ഈ എടുത്ത വീഡിയോ മുഴുവൻ എഡിറ്റ് ചെയ്യുക. അതാണ് ഏറ്റവും വലിയൊരു പണി ഇന്നത്തെ ഒരു പണി എന്ന് പറയുന്നത്. അപ്പം അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയണേ. സാധാരണ രീതിയിൽ ഇതൊക്കെയാണ് എന്നും തന്നെ പോണേ. പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതയുള്ള ദിവസങ്ങളാണ് കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ വെക്കണേ കേട്ടോ. ഇന്നിപ്പോൾ വലിയ പ്രത്യേകത ഒന്നുമില്ല, ഒന്ന് വെറുതെ. പിന്നെ എന്ന് രാവിലെ മുതൽ ഉച്ചവരെയുള്ള കാര്യങ്ങളാണ് ഷൂട്ട് ചെയ്യാറ്. പറ്റുമെങ്കിൽ നാളത്തെ കൂടെ ഷൂട്ട് ചെയ്യാം കേട്ടോ. നാളെ രാവിലെ മുതൽ ഉച്ചവരെയുള്ള പറ്റുവാണെങ്കിൽ ഷൂട്ട് ചെയ്യാമെന്ന് നോക്കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ സ്റ്റോറേജ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇത് മുഴുവൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ അടുത്ത വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാവുമെന്ന് അറിയില്ലെങ്കിലും മാക്സിമം ശ്രമിക്കാം. ഇനിയിപ്പോൾ ഇന്ന് ഇത് എഡിറ്റിങ് കഴിയുമ്പോൾ മിക്കവാറും 12 മണിയാവും. രാത്രി 12 മണിയൊക്കെയാണ് ഇപ്പോൾ കിടക്കണ സമയം എന്ന് പറയുന്നത്. അപ്പം അത്രയ്ക്ക് പാടാണ് ഈ എഡിറ്റിംഗ് എന്ന് പറയണത്. അതൊക്കെ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ, പറഞ്ഞെന്നുള്ളൂ. അപ്പം എല്ലാവർക്കും നല്ലൊരു എന്താ പറയണേ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അതാണ് ഏറ്റവും ഒറ്റയാക്കി പരിപാടി തീരുമല്ലോ. നമ്മൾ ഒരുപാട് ആധികാരികമായിട്ടൊക്കെ പറയുമ്പോൾ ഒരുപാട് ചിലപ്പോൾ അത് പറയണ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും വന്നൊന്നും വരത്തില്ല. അച്ചുകൂട്ട ഇവിടെ ഇപ്പൊ തന്നെ ഫോണും പറഞ്ഞോണ്ട് കിടന്ന് കാര്യമുണ്ട്. ഇപ്പൊ കൊടുക്കാൻ പറ്റിയ രക്ഷയില്ല അച്ചുകൂട്ട. അച്ഛ പറ്റേട്ടാ, അച്ഛയുടെ ഫോൺ തരാം. അച്ഛയുടെ ഫോൺ തരാം. അവനെ കാർട്ടൂൺ കാണാൻ വേണ്ടിട്ടാ. ഇല്ല അങ്ങനെ കണ്ടാ പൊള്ളിയല്ലായിരുന്നു. കണ്ണിന് വാവൂരും ഡോക്ടർ കുത്തി വരുന്നു കണ്ണില്. അപ്പം ബായ്.